നമസ്കാരം. ആരിഫ് ഹുസൈൻ, ഡോക്ടർ ആരിഫ് ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അത് പെട്ടെന്ന് കേട്ട സമയത്ത് അത് പൈശാചികമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. ഇവിടെ ഞാനൊരു പഴഞ്ചൊല്ല് ഉദ്ധരിക്കുകയാണ്. എ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ്, എ ഫൂൾ നെവർ. ചിന്തിക്കുന്നവൻ തൻ്റെ മനസ്സ് മാറ്റം നടത്തും. അതാണ് എനിക്ക് സംഭവിച്ചത്. കഴുതുകൾ പിടിച്ചോടത്തന്നെ പിടിച്ചു നിൽക്കും. ആരോ പറഞ്ഞ പോലെ ആനി ബസന്റും അലൻ ഒക്ടേവിയൻ ഹ്യൂം ഹോം റൂൾ പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനയ്ക്ക് ആരംഭിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ 200 വർഷമായിട്ട് അങ്ങ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ആളല്ല ഞാൻ. എൻ്റെ മനസ്സ് മാറും. ഇപ്പോൾ ആരിഫ് ഹുസൈൻ്റെ ഒരു ലെറ്റർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യത്തിന് ഘടകവിരുദ്ധമാണ്. അതിപ്രകാരമാണ്. നമസ്കാരം. ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സ്ഥാനം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ്. അതിനുള്ള ന്യായീകരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. അത് ന്യായീകരണങ്ങളാണോ അല്ലയോ അതിനെക്കുറിച്ച് ഞാൻ വലിയ രൂപത്തിൽ അനലൈസ് ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി. അത് സംബന്ധിയായിട്ടുള്ള ചില വിവാദങ്ങൾ. അമ്മ മരിച്ച സമയത്ത് അദ്ദേഹം അവിടെ ചെന്ന് മാറത്തടിച്ച് നിലവിളിക്കാനോ കരയാനോ അല്ല പോയത്. അവിടെ തന്നെ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഹൂറന്മാർ പറഞ്ഞാൽ ഹൂറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ള വേശ്യകൾ എന്നാണ് അർത്ഥം. ഹിന്ദു സമൂഹം അതിനെ അപ്സരസുകൾ എന്ന് പറയും. അങ്ങനെയുള്ള ഹൂറികൾ അതിൻ്റെ പുരുഷലിംഗമാണ്. ഹൂറന്മാർ ഇങ്ങനെ ഉണ്ടാക്കിയ പദമാണ്. അതിന് മുമ്പ് കേട്ടിട്ടില്ല. ആ ഹൂറന്മാരുടെ വലയത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ അമ്മ ഇപ്പോൾ ഹൂറന്മാരില്ലാത്ത ലോകത്തിലേക്ക് യാത്രയായി. ഇതാണ് അദ്ദേഹം ഏകദേശം പറഞ്ഞു വെച്ചത്. അത് പെട്ടെന്ന് കണ്ട സമയത്ത് അയ്യോ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് എല്ലാവർക്കും തോന്നിയ പോലെ എനിക്കും തോന്നി. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യ പ്രസ്താവന നടത്തുന്നത്. ജന്മം നൽകിയതുകൊണ്ട് മാത്രം ഒരാൾ മാതാവാകുന്നില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും വിധം, കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തും വിധമാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയിട്ടുള്ളത്. നമ്മൾ കാണുന്നുണ്ട് പല അമ്മമാരിപ്പോൾ കാണുന്ന കുട്ടികളെ കൊല്ലുന്നത്. ഒരു കുട്ടിയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു, അത് വെള്ളത്തിലാണ് വീണത്. തിരിച്ചു പോയിട്ട് വീണ്ടും എടുത്ത് അതിനെ കല്ലിൻ്റെ മേലേക്ക് എറിഞ്ഞു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പയതുകൊണ്ട് പ്രസവിച്ചു എന്നുള്ളതുകൊണ്ട് മാതാവാകണമെന്നില്ല, പ്രസവിച്ചവളാകുള്ളൂ. പക്ഷെ ഭൂരിഭാഗം അങ്ങനെയല്ലല്ലോ വാസ്തവത്തിൽ. പ്രസവിച്ചാൽ മാതാവാകും. ഏതായാലും ആരിഫ് ഹുസൈൻ അദ്ദേഹം പറഞ്ഞ കാര്യം അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് താൻ വലിയ രൂപത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടും വാക്കുകളെ കൊണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് അദ്ദേഹമായിട്ട് തന്നെ ഒരു ന്യായീകരണം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ന്യായീകരണമല്ല എന്നെനിക്ക് തോന്നിയതുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറയാൻ ഇവിടെ വന്നത്. മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ നിലപാടുകൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഒരാൾ പറയുന്നു എനിക്കിതൊന്നും ഇഷ്ടമല്ല, വേറൊരാൾ പറഞ്ഞു എനിക്കിതേ ഇഷ്ടമുള്ളൂ. അതെന്താ അങ്ങനെ? അത് ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഒരു നിസ്സാര ഉദാഹരണം പറഞ്ഞാൽ, സദ്യ കഴിക്കാൻ പോയി ഹോട്ടലിൽ ഓണസദ്യ, 500 രൂപ ഒരിലയ്ക്ക്. അവിടെ ചെന്നു, അവിടെ എല്ലാം വിളമ്പി. ചോറ് അദ്ദേഹം മാറ്റിവെച്ചു. അത് കഴിഞ്ഞ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചു. പായസം ഒരു ഗ്ലാസ്സിൽ കൊണ്ട് വിളമ്പി, അത് മാറ്റിവെച്ചു. ബാക്കിയുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എലിശ്ശേരി പുളിശ്ശേരിൻ്റെ കഷ്ണങ്ങളും കഴിക്കുന്നു. 2 പപ്പടവും കൂട്ടി.
അപ്പം ഇയാൾ ചോദിച്ചു, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമാണല്ലേ, ആ എന്നാൽ ഈ ഗ്ലാസ് മുന്നിൽ നിങ്ങൾ കഴിച്ചോളൂ പായസം. രണ്ടുപേരും അന്യം ചോദിച്ചില്ല, അതെന്താന്ന് ചോദിച്ചില്ല, ഇഷ്ടമല്ല അല്ലേ, അല്ല. അതിനെന്താണ്, അദ്ദേഹം ഡയബറ്റിക് അല്ല, പക്ഷേ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളുടെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വരുമ്പോൾ വരുന്ന ഗതികേട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിന്നോ മറ്റോ അനുഭവിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് അദ്ദേഹം പരിപൂർണമായിട്ട് അത്തരം കാര്യങ്ങൾ അബാൻഡൻ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒരാളുടെ നിലപാടിനെ നമ്മൾ മറ്റൊരാൾ അതെന്താ അങ്ങനെ ചോദിക്കുക, അതിനർത്ഥമില്ല. എന്നോട് ഒരിക്കലും ചോദിച്ചു, എന്താ സ്വാമി കല്യാണം കഴിക്കാഞ്ഞേ, സ്വാമി സ്ത്രീവിരോധിയാണോ? എല്ലാം കൂടിയിട്ടുള്ള ചോദ്യത്തിൻ്റെ അതിൻ്റെ ഒരു ഏകീകൃത രൂപമാണ്, സ്വാമി എന്താ കല്യാണം കഴിക്കാത്തേ? അതിൻ്റെ മറുപടി ഇതായിരുന്നു, നിങ്ങളെന്താ കല്യാണം കഴിച്ചേ? അല്ല, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? ഇതും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ഒരാളുടെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ വേറൊരാൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അയാളുടെ നിലപാട് എൻ്റെ നെഞ്ചത്താണെങ്കിൽ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നു വരും, അത് വേറെ കാര്യം. നൊന്തുപെറ്റ അമ്മ എന്ന് പറയും. ഓപ്പറേഷൻ നടത്തുമ്പോൾ നൊന്ത് പറയലൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അതൊരു പ്രാസമൊപ്പിച്ചൊരു പറയലാണ്, നൊന്തുപെറ്റ, 10 മാസം ചുമന്ന് പെറ്റ, 10 മാസം ചുമന്ന് നൊന്തുപെറ്റ എന്ന് പറയും. 10 മാസം ഇല്ല, 9 മാസമേ ഉള്ളൂ, അത് വേറെ കാര്യം. 9 മാസം കഴിഞ്ഞ് പിന്നെയും പ്രസവിച്ചില്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം, എന്തോ അപകടമുണ്ടെന്ന് അർത്ഥം. ഏതായാലും ആരിഫ് ഹുസൈൻ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിരിക്കുകയാണ്. ആരിഫ് ഹുസൈൻ എന്ന മകനും അദ്ദേഹത്തിൻ്റെ അമ്മയും മാനസികമായിട്ട് 2 ധ്രുവങ്ങളിലായിരുന്നു. ഇപ്പോഴാണത് മനസ്സിലാവുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബചരിത്രമൊന്നും അറിയില്ലായിരുന്നു. അവരെ 2 ധ്രുവങ്ങളിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അത് ചില വിശ്വാസങ്ങളാണ്, വ്യക്തികളല്ല, വിശ്വാസങ്ങൾ. വ്യക്തികളാണ് വിശ്വാസങ്ങൾ ഉണ്ടാക്കുന്നത്. ദൈവം വന്നത് ഇത്രയും പോകുന്ന കടുകുമണി പോലൊരു ഈ മഹത്തായ മഹത്തായിട്ടുള്ള പ്രപഞ്ചത്തിനകത്ത് കടുകുമണി പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ എന്നും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. അപ്പം മനുഷ്യരുണ്ടാക്കുന്ന മതങ്ങളെ, മനുഷ്യരുണ്ടാക്കുന്ന വിശ്വാസങ്ങളെ, ആ മനുഷ്യരാണ് ആ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി മറ്റുള്ളവരുടെ മനസ്സിൽ ആ വിശ്വാസത്തിൻ്റെ കുടുക്കുകൾ ഇടുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുടെ ചില ആളുകളുണ്ട്, ഞാനൊക്കെ അതിൽ പെട്ടതാണ്. പലരും എന്നോട് ചോദിക്കും, സ്വാമി ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? അപ്പം ഞാൻ എടുത്ത് കാണിക്കും, ഇഡ്ലി ദൈവം, ദോശ ദൈവം. 24 മണിക്കൂർ എനിക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ അയ്യോ നല്ല വിളിക്കും. അപ്പുറത്ത് ഞാൻ സ്ഥിരം പോകുന്ന ഒരു അമ്പലമുണ്ടെങ്കിൽ അമ്പലം കത്തിക്കഴിഞ്ഞാൽ ഓ അമ്പലം കത്തിയില്ലേ, അത്രയേ ഉള്ളൂ. ഇനി അമ്പലം വരുമ്പോൾ തൊഴാം. ദൈവമില്ലെങ്കിലും മനുഷ്യൻ ജീവിക്കാൻ പറ്റും. ഇഡ്ഡലിയും ദോശയില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ 2 ദേവതകളാണ് ഇഡ്ഡലി ദോശ. ഒരു മതവും ഒരു ശാസ്ത്രവും. ബോയിൽസ് ലോ വന്നു, നെഗേറ്റ് ചെയ്തു. ചാൾസ് ലോ വന്നു, നെഗേറ്റ് ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു പ്രകാശം നേർരേഖയിലാണെന്ന്. ഒന്നും നേർരേഖയിൽ സഞ്ചരിക്കില്ല, എല്ലാത്തിനകത്തും വേവ് ആ രീതിയിലേ സഞ്ചരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ല, ഇങ്ങനെ സഞ്ചരിക്കുള്ളൂ തെളിയിച്ചു. നമ്മളുടെ നാട്ടിൽ ECG സുദർശൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിന് നേരെ വിരൽ ചൂണ്ടി, അദ്ദേഹം മരിച്ചു. താത്വികമായിട്ട് വിരൽ ചൂണ്ടി. അതിനെ കൃത്യമായിട്ടും തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം. ഭൂമി പണ്ട് പരന്നതായിരുന്നു, ഇപ്പൊ ഭൂമി ഉരുണ്ടതായിട്ട് മാറി. കാലങ്ങൾ മാറുമ്പോഴൊക്കെ അങ്ങനെയാണ്.
സൂര്യൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുക, അതല്ലേ ശരി, നമ്മളതല്ലേ കാണുന്നത്. നമ്മളിങ്ങനെ ഭയങ്കര വേഗത്തിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? സൂര്യൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പറയണു ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്ന്. കാലം പുരോഗമിക്കും തോറും ശാസ്ത്രങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, മതവും ചോദ്യം ചെയ്യപ്പെടണം. അല്ലെങ്കിൽ എന്തുണ്ടാവുന്നു? മത വിശ്വാസികളോ മത തീവ്രവാദികളല്ല, മതക്കഴുതകൾ ഉണ്ടാകുന്നു. അതാണിപ്പോൾ ഭൂരിഭാഗവും. ഒരു മതവും വിമർശനങ്ങൾക്കും മാറ്റിയെഴുത്തലുകൾക്കും വിധേയമല്ലാത്ത ഒന്നില്ല. എല്ലാം വിമർശനത്തിന് അധീനമാണ്. ഒരു അഭിപ്രായം, അതാണ് മതം. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത്, കാൾ മാർക്സിലാണ് വിശ്വസിക്കുന്നത്. നാളെ ചിലപ്പം പറയും അത് ശരിയല്ല, ഞാനിപ്പോൾ സംഘീശാസ്ത്രത്തിലാണ് വിശ്വസിക്കുന്നത്. സംഘം അയാൾ ചിന്തിക്കുന്നവനാണ്, നാളെ വീണ്ടും അയാൾ മാറും. അതുകൊണ്ടാണ് പറയുന്നത് വൈസ് മാൻ, ബുദ്ധിയുള്ളവൻ പലപ്പോഴും അയാളുടെ മനസ്സ് മാറ്റും. ബുദ്ധിയില്ലാത്തവനോ അയാൾ ആടിനെ കെട്ടിയിടുന്ന പോലെയാണ്. ആടിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ കെട്ടിയിട്ടാലും അതിൻ്റെ ധാരണ എന്താ? അതുപോലെ ആത്മര എന്നാ ധാരണ. അതൊന്നും ഇങ്ങനെ വലിച്ചാൽ മതി, അത് കൂട്ടും. അത് ആത്മരാണ്, പിന്നെ അതോ നിന്നോളും അവിടെ. അതാണ് മനുഷ്യക്കഴുതകൾ. മുമ്പിൽ പോകാൻ വേണ്ടി ഒരു എക്സോൾട്ടഡ് ഡോങ്കി, കുറച്ച് ബുദ്ധിയുള്ള കഴുത, പിന്നിൽ ഓർഡിനറി ഡോങ്കീസിൻ്റെ ഒരു പട തന്നെ. അതാണ് മതം. അത്രയേ ഉള്ളൂ മതം. ഏതായാലും തൻ്റെ വിശ്വാസത്തെ മാറ്റാനും വീണ്ടും ഇനി ആ വിശ്വാസത്തിൽ കടന്നു വരാനും ഒരാൾക്ക് അനുവാദമുണ്ട്. അതിനെ നോക്കി കളിയാക്കുന്നവൻ പലപ്പോഴും ചിലപ്പോൾ വിഡ്ഢികളായി മാറി വരുകയും ചെയ്യുന്ന അർത്ഥം. ഏതായാലും ആരിഫ് ഹുസൈൻ ഇപ്പോൾ തൻ്റെ മാതാവിൻ്റെ മരണത്തിൽ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാ? അയ്യോ എൻ്റെ അമ്മ മരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, ആൾക്കാരെ ബോധിപ്പിക്കുന്നുമല്ല. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ടുള്ള, സോഷ്യൽ മീഡിയയ്ക്ക് എഴുതിയൊരു കുറിപ്പുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഉമ്മയെ വിശേഷിപ്പിച്ചുള്ളത് ജിഹാദി എന്നാണ്. തൻ്റെ മരണം ആഗ്രഹിച്ചിട്ടുള്ള എൻ്റെ മകനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്നൊരമ്മ പറയണമെങ്കിൽ ഈ മതത്തിൻ്റെ കുരുക്കുകൾ ആ അമ്മയുടെ കയ്യിലും കാലിലും അവസാനം കഴുത്തിലും അത് പെട്ടുപോയിട്ടുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മ പറയുമോ മകനെ തള്ളി പറയുമോ? തള്ളി പറയുന്ന അമ്മമാരുണ്ട്, അതും പല വിശ്വാസത്തിൻ്റെ പേരിൽ. ഏതായാലും ജിഹാദിയായിട്ടുള്ള ഉമ്മ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു, എന്താണ് ഈ മനുഷ്യനിങ്ങനെ? ഒരു ഡോക്ടർ, ആയുർവേദ ഡോക്ടറല്ലേ, ഹോമിയോ ഡോക്ടറല്ലേ, വിദ്യാഭ്യാസം ഉള്ളതല്ലേ, സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അയാളിങ്ങനെ പറയാമോ? ആ ഒരു വിചാരം എല്ലാവർക്കും വരും, എനിക്കും വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലൂടെ അവിടെ നടന്ന കാര്യങ്ങൾ അവിടെ കടന്നു വരുമ്പോഴാണ് ആരിഫ് ഹുസൈനോടൊരു മമത തോന്നുന്നത്. നമ്മുടെ സമൂഹം മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് നൽകിയിട്ടുള്ള ചില കാഴ്ചപ്പാടുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള കാഴ്ചപ്പാട്. അതിലൊന്നാണ് സ്വർഗനരകം. ഈ പറയുന്ന ടീച്ചേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇവരുടെ സന്യാസിമാരോ ഉസ്താദുമാരോ പള്ളിക്കാരോ പറയണ പോലെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണോ? ഞങ്ങളുടെ കാല് കഴുകുക, ഞങ്ങളുടെ പരിചര്യകൾ നിർവഹിക്കുക. മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനായിരുന്നു, പ്രൊഫസറായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് അല്ല കേട്ടോ, അത് നീഗ്രോ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് സ്വപ്നമുണ്ടായിരുന്നു എന്ന് പ്രസംഗിച്ച അമേരിക്കയിലുള്ള ഒരാളാണ്, വെടിയേറ്റ് മരിച്ചു. മാർട്ടിൻ ലൂതർ ഈ കത്തോലിക്ക സഭയിലുണ്ടാകുന്ന അച്ഛന്മാർ അവർക്ക് തിരുമൽ ചികിത്സ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ, അവരെ സന്തോഷിപ്പിച്ചാൽ ഇവരുടെ കയ്യിൽ ഒരു മുദ്ര കൊടുക്കും. ചത്തുപോകുന്ന സമയത്ത് ആ മുദ്ര മാറത്ത് വെച്ച് കെട്ടി ചത്തു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ സ്വർഗ്ഗലോകം കിട്ടുത്രേ. സ്വർഗ്ഗലോകം കിട്ടാൻ വേണ്ടി ഇവിടെ കൈക്കൂലി. അതിനെ ചോദ്യം ചെയ്ത ആളാണ് മാർട്ടിൻ ലൂതർ. അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത ആളാണ് മാർട്ടിൻ ലൂതർ. കൊല്ലാൻ ശ്രമിച്ചു, പറ്റിയില്ല. പിന്നീട് അദ്ദേഹത്തിനൊപ്പം കൂടിയ ആൾക്കാരുടെ പേരാണ് പ്രൊട്ടസ്റ്റന്റുകൾ. അവരാണ്
ബ്രിട്ടനിലൊക്കെ കൂടുതലുള്ളത്. പിന്നെ ആംഗ്ലിക്കൻ സഭയും, അതാണ് കൂടെ. അവിടെ തൊലിക്കന്മാർ വളരെ കുറവാണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ എല്ലാ കാലഘട്ടത്തിലും ഈ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആളുകളുണ്ട്, അതിനകത്ത് തന്നെയുള്ള ആളുകളുണ്ട്. പക്ഷേ ഇന്ന് ഭൂരിഭാഗം വരുന്ന ആളുകൾ, ഭക്തജനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, ഈ ഭക്തി എന്ന് പറയുന്നത് തന്നെ ആത്മാനുസന്ധാനമാണ് ഭക്തി. അവനവനെ അനുസന്ധാനം ചെയ്യുന്നു. കഹാത്വം എന്താണത്? കഹ അഹം, ആരാണ് ഞാൻ? ഫ്രം വേർ, എന്തിനാ, എവിടെന്നാ വന്നിട്ടുള്ളത്? വേ ടു ഗോ, എവിടേക്കാ പോകേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ സ്വയം ചിന്തിക്കുന്നവരാണ് ആ ഭക്തി. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. അതിനാ ഭക്തി പറഞ്ഞാൽ കല്ലിനെ പോയിട്ട് നമിക്കുന്നതല്ല, ഇത് വേദങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും ശബരിമലയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, കോടാനുകൂടി 4 ഇയർ ലൈറ്റ്നിങ് ദൂരത്തിൽ, പ്രകാശ ദൂരത്തിൽ കിടക്കുന്ന ഒരു നക്ഷത്രം. അത് ചോദ്യ നക്ഷത്രമാണ്, അത്തം നക്ഷത്രമല്ല. സിറിയസ് എന്നാണ് പേര്. അതിപ്പോഴും ഈ ഒരു കാലയളവിൽ 4 മാസത്തോളം അതിപ്പോഴും ഉദിക്കുന്നുണ്ട്. പക്ഷേ ആളുകളുടെ മനസ്സിലത് കയറി പറ്റുന്നില്ല, ചോദ്യം ചെയ്യില്ല. അത് അയ്യപ്പൻ വരുമ്പോൾ അയ്യപ്പൻ്റെ മുമ്പിൽ ടോർച്ച് അടിച്ചുകൊണ്ട് മറ്റൊരു ദൈവം വരുന്നതായിട്ട് അവിടെ ഗണിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചു, ശരി അവിടെ ചൂട്ട് കത്തിക്കുകയാണ് അയ്യപ്പ ജ്യോതിയോ മറ്റോ, ശരിയാണ്, അത് കത്തിച്ച് കാണിക്കുകയാണ്, ഞാൻ സമ്മതിച്ചു. അപ്പോൾ നക്ഷത്രം ഉദിക്കുന്നതോ? ഞാൻ പറയും അത് അയ്യപ്പൻ്റെ അസാമാന്യ കഴിവന്നെ എന്ന് പറയും. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടി ഒരിക്കലും പൊട്ടിച്ചിരിക്കാറില്ല. അതുപോലെ ഈ കഴുതകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസത്തിൻ്റെ ബലം അത്രയും വലുതാണ്. കണ്ണും മൂക്കും കാതും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവനാണ് വിശ്വാസി. മരിച്ചവൻ്റെ ലക്ഷണമാണ് വിശ്വാസം. സാക്ഷാത്കാരമാണ് ജീവിക്കുന്നവൻ്റെ മുദ്ര. ഏതായാലും വളരെ വേദനയോട് കൂടിയിട്ട് ആരിഫ് ഹുസൈൻ അമ്മയുടെ മരണത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അത് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അത് സംബന്ധിയായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ള ബഹുഭൂരിപക്ഷ അമ്മമ്മമാർക്കും ഈ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ചതിയും വഞ്ചനയും ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്ത്രീകളുടെ പക്കലാണ്, സ്ത്രീകളിൽ നിന്നാണ്. സ്ത്രീകളെയാണ് പറ്റിക്കാൻ എളുപ്പം. ഒരു വീട്ടിനകത്ത് അമ്പലത്തിലെ കാര്യവും പറഞ്ഞുകൊണ്ട്, നോക്കൂ അമ്പലത്തിൽ അവിടെ കാർത്തികവിളക്ക് നടക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പൂരം നടക്കുകയാണ്, നിങ്ങൾ 5 പാട്ട എണ്ണ തരണം, കൽപ്പിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യലല്ല. അപ്പം അവിടെയുള്ള യുവാവ് പറഞ്ഞു അതൊന്നും നടക്കില്ല സാറേ, എനിക്ക് ഒരു ചെറിയ ജോലിയേ ഉള്ളൂ, നിങ്ങൾ ഈ വിശ്വാസത്തിൻ്റെ പേരും എന്ന് പറഞ്ഞ് ഞാനൊരു 100 രൂപ ഞങ്ങൾക്കത് വേണ്ട, നിങ്ങൾ അനുഭവിക്കും. ഇതാണ് അവസാനം. ദേവിയോടാണ് കളി, അല്ലെങ്കിൽ ദേവനോടാണ് കളി, നിങ്ങൾ അനുഭവിക്കും. പേടിപ്പിക്കുകയാണ്. അന്ന് വൈകുന്നേരം 6 മണി ദീപാരാധന സമയത്ത് അമ്പലത്തിൽ പോയിട്ട് കമ്മിറ്റിക്കാരോട് പറയും, നോക്കൂ അങ്ങേര് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ, 5 പാട്ട എണ്ണ ഞാൻ തരാം എന്ന് ഭാര്യ പിന്നിൽ നിന്ന് പറയണം. എന്നിട്ട് മോതിരം പണയം വെച്ചാൽ ഇത് കൊടുക്കുകയാണ്. അതാണ് സ്ത്രീകൾ. അവരാണ് ഏറ്റവും കൂടുതൽ ഈ ചതിയിൽ പെടുന്നത്. അമ്പലത്തിനകത്തോ പള്ളിയുടെ അകത്തിരിക്കുന്ന ആൾക്കാർ പറയും ആ പ്രശ്നക്കാരെന്ന് കണ്ടോളൂ. അയാളെ പോയിട്ട് പറയും ഭർത്താവിൻ്റെ, ഈ പെണ്ണിൻ്റെ നാളും ഇതല്ല ചോദിക്കുക, ഭർത്താവിൻ്റെ നാളെന്താ? ഭർത്താവിൻ്റെ നാളും പൂരോരുട്ടാതി അപഹാരമുണ്ട് കേട്ടോ. ഇന്നേക്ക് 41-ാം ദിവസം അയാളുടെ തലമണ്ട പൊട്ടിത്തെറിക്കും. അയ്യോ ഞാൻ എന്താ ചെയ്യണ്ടേ? പിന്നെ പൂജ്ഞ ദക്ഷിണ വെച്ചോളൂ, ദക്ഷിണ വെച്ചോളൂ, 41 ദിവസം കഴിഞ്ഞാലും തല പൊട്ടിത്തെറിച്ചില്ല. കാലത്ത് കഴിഞ്ഞിട്ട് അവൾ നോക്കുന്നതാ 41 ദിവസം. അതുകൂടിയാണ് കടന്ന് കിട്ടണേ. അതാണ് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ തലമണ്ട ഉടഞ്ഞില്ല, സന്തോഷമായി. വീണ്ടും അവൾ കൊണ്ടുപോയിട്ട് സ്പെഷ്യൽ ഉപഹാരങ്ങൾ കൊടുക്കും, കുറച്ചുകൂടി പൈസ കൊടുക്കും. അങ്ങ് കാരണം കൊണ്ട്, പ്രശ്നക്കാരനോട് പറയണം അങ്ങ് കാരണം കൊണ്ട് എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടു, പൂജാരി കാരണം കൊണ്ട് എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടു. അതൊക്കെ ഞാൻ സാധാരണ ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രം.
ആ അന്ധവിശ്വാസത്തെക്കുറിച്ച് ബൃഹത്തായിട്ടുള്ളൊരു ഉപന്യാസം തന്നെ തയ്യാറാക്കാൻ എനിക്ക് കഴിയും, നിങ്ങൾക്കും കഴിയും. ഏതായാലും സമൂഹം, ആ സമൂഹത്തോടും ആ സമൂഹത്തിൽ നിലനിന്ന് വരുന്ന ആചാരങ്ങളോടും അതിനകത്തുള്ള ആചാരാനുഷ്ഠാന സംബന്ധിയായിട്ടുള്ള വ്യവസ്ഥകളോടുമുള്ള അതൊരു തരം അടിമത്വമാണ്, വിധേയത്വമാണ്. അതാണ് സ്ത്രീകൾക്കുള്ളത്, പുരുഷന്മാർക്ക് അത്രയുമില്ല. അവിടെ ഭയമാണ്. എങ്ങനെ? ഈ ലോകത്തിൽ ജീവിക്കുന്ന ഭയമല്ല, ചത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സ്ഥിതി. ഇവിടെ AC റൂമുണ്ട്, റോൾസ് റോയ്സ് കാറുണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ എത്ര കാലം നാളെ പൊട്ടിത്തെറിക്കും. മറ്റന്നാൾ മുതൽ അവിടേക്ക് പോകണം. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവിടെ പള്ളികളിൽ എന്ത് ചെയ്തു, അമ്പലത്തിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ മോസ്കിനകത്ത് എന്ത് ചെയ്തു നോക്കിയിട്ടാണ് അവിടെ നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു അല്ലേ, അങ്ങോട്ട് പോടാം എന്ന് പറയും, ഇവിടേക്ക് നരകത്തിലേക്ക്. ഇതൊക്കെ അവിടെ വെച്ചാൽ തരംതിരിച്ച് വിടുക അത്രേ. അപ്പം ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചല്ല ചിന്ത, ചത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാ ചിന്ത. അതിൻ്റെ പേരിലുള്ള ഭയം ജനിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. ആ ഭയം അത് ഘനീഭൂതമാകുമ്പോൾ ഒരമ്മയ്ക്ക് മകനെ തള്ളി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ആരിഫ് ഹുസൈനെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയെ പിടിമുറുക്കിയിട്ടുള്ള വിശ്വാസത്തിൻ്റെതായിട്ടുള്ള മുള്ളുകളുള്ള ചങ്ങല, പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. താളയ്ക്കുമ്പോത്തിന് മൂക്ക് കയറിടുന്ന പോലെ മതത്തിൻ്റെ മൂക്ക് കയറ്, ആ കയറിൻ്റെ ചുറ്റും മുള്ളുകളുണ്ട്. അപ്പോൾ മിണ്ടോൻ പറ്റാത്തൊരു സാഹചര്യം. അതിലൂടെയാണ് എൻ്റെ അമ്മ മുന്നോട്ട് പോയത്. അതിൻ്റെ പേരിൽ അമ്മയ്ക്ക് എന്നെ തള്ളിപ്പറയേണ്ടി വന്നു. ഇങ്ങനൊരു മകൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറയേണ്ടി വന്നു. ഈ മകനെ ആരെങ്കിലും കൊന്നുവിട്ടിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ എന്ന് പറയേണ്ടി വന്നു. ഏതായാലും ഈ ഒരു കാര്യം അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് അയാളുടെ തലയിൽ ഇടുത്തി വീഴേണ്ടതെന്ന് പ്രാർത്ഥിക്കാനായിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ കാലം പുരോഗമിക്കുമ്പോൾ ഇനി അധിക കാലമൊന്നും വേണ്ട, ഈ പറയുന്ന ദൈവ കോൺസെപ്റ്റും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെയുള്ള അത് സംബന്ധിയായിട്ടുള്ള ദേവാലയങ്ങളൊക്കെ വല്ല മാട്ടിറച്ചി കടകളായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം യൂറോപ്പിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായിലേക്ക് കറക്കിച്ച് തുപ്പും. കാര്യങ്ങൾ അത്രത്തോളം ആയിട്ടുണ്ട്. ഇതൊരു പറ്റിക്കൽ പരിപാടി. ബർട്രാൻഡ് റസ്സലോ മറ്റോ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഫൂളിഷ്നെസ്, മണ്ടത്തരമാണ് ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ രസമതല്ല, ദൈവം ഒരു സ്ഥാനമാണെന്നും തങ്ങളുടെ അന്തസ്സും ആഭിയാത്യവുമുള്ള ധർമ്മപ്രകാരമുള്ള പ്രവൃത്തിയിലൂടെ ആ സ്ഥാനത്തെ പ്രാപിക്കണമെന്നും അത്രയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് താനായിട്ടുള്ള ആചരണങ്ങളിലൂടെ, ആ ആചാരങ്ങൾ താനായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് താനായിട്ട് മേലോട്ട് കയറിപ്പോണമെന്നാണ് ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ബൈബിള് അല്ലെങ്കിൽ ഖുറാനെല്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഒരു മതിലിൻ്റെ മേലെ ഈ ആചാര്യനിരിക്കുന്നു, ഉസ്താദ് ഇരിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനും സന്യാസി ഇരിക്കുന്നു, ഇപ്പുറത്ത് ഭക്തനിരിക്കുന്നു. ആ 25 അടി ഉയരമുള്ള മതിലിൻ്റെ അപ്പുറത്താണ് ദൈവം. നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ദുഃഖങ്ങൾ മീഡിയേറ്ററോട് പറയണം, എൻ്റെ ഭർത്താവ് കള്ളുകൂടിയല്ല. ഓ അങ്ങനെയാണല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്നെ പൂജ ചെയ്യൂ, ഞാനത് ചെയ്തിട്ടുണ്ട്, എന്നാൽ രണ്ടാമത് ചെയ്തോളൂ, രണ്ടാമതും ചെയ്തിട്ടുണ്ട്, മൂന്നാമത് ചെയ്തോളൂ, മൂന്നാമതും ചെയ്തിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലോ, എന്നാൽ ഞാൻ ദൈവത്തിനോട് പറയാം, ദൈവമേ, അയാളുടെ കയ്യിൽ മാത്രമേ നമ്പറുള്ളൂ. നമ്മുടെ കല്യാണിക്കുട്ടിയില്ലേ അന്ന് വന്നതേ, അപ്പോൾ ഈ കല്യാണിക്കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, പ്രാർത്ഥിച്ചോളൂ. കല്യാണിക്കുട്ടിയുടെ ഭർത്താവ് കുടി നിർത്തിയിട്ടില്ല, എന്താ ചെയ്യണ്ടേ? ഓ കല്യാണിക്കുട്ടി ഒരു 10 മടങ്ങ് ശക്തിയിൽ ആ മദ്യനിരോധന പൂജകൾ നടത്തിക്കോളൂ, ഇപ്പം തന്നെ ദക്ഷിണ വെച്ചോളൂ. ഇതാണ് സ്ഥിതി. ഏതായാലും അങ്ങനെയുള്ള ഈ ഫൂളിഷ്നെസ് അവസാനിപ്പിക്കുന്നതിലേക്ക് ആരിഫ് ഹുസൈൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് സ്വന്തം അമ്മയുടെ വിയോഗത്തിൽ തന്നെ, ആ വിയോഗ ദിവസം തന്നെ ഇങ്ങനൊരു വാക്ക് പറഞ്ഞത്, ഹൂറന്മാരില്ലാത്ത ലോകത്തിലേക്ക് എൻ്റെ അമ്മ യാത്രയായി എന്ന് പറഞ്ഞത്.
ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുറാനിൽ എപ്പോഴും പറയും. ഇവിടെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ തലയും താഴ്ത്തിയിട്ട് നടക്കുന്ന പന്നികൾ, നാൽക്കാലികൾ, തിര്യക്കുകൾ, അവർക്കിതിൽ ചിന്തിക്കാനൊന്നും ഉണ്ടാവില്ല. അത് വേറെ കാര്യം. ഇപ്പോൾ ഞാൻ ഇന്നലെ ആരിഫ് ഹുസൈനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മതം വിട്ടു പിശാചായി എന്ന്. അതല്ല സത്യം. ഇപ്പം ഞാനിത് മനസ്സിലാക്കുന്നു. ഇവിടെയുള്ള സാമാന്യ ജനവും മനസ്സിലാക്കണം. മതം നിങ്ങളായിട്ട് നിങ്ങളിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മതചിന്തകൾ അത് നിങ്ങളുടെ കർമ്മ പദ്ധതികളിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നു. മനസ്സാ വചസ കർമ്മ ഉള്ള പ്രവൃത്തികളിലൂടെ. അതിന് അമ്പലങ്ങളും വേണ്ട, മോസ്കുകളും വേണ്ട, പള്ളികളും വേണ്ട. അവിടെ ഇരിക്കുന്ന സ്വസമുദായത്തിലുള്ള ആളുകളുടെ കാല് വെട്ടി ചോര കുടിക്കാനിരിക്കുന്ന രാക്ഷസ രൂപികളും വേണ്ട. നമസ്കാരം.